എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സർക്കാരും സംഘപരിവാറും ഏറ്റുമുട്ടലിന്റെ വഴിയിൽ. ക്ഷേത്രങ്ങളിൽ RSS ശാഖ വേണ്ടെന്ന് സർക്കാർ. അമ്പലങ്ങളെ ആയുധപുരകളാക്കാൻ അനുവദിക്കില്ല. കേരളത്തിലേത് ഹിന്ദു വിരുദ്ധ സർക്കാരെന്ന് BJP. നിലവിളക്ക് കൊളുത്തേണ്ട എന്ന നിലപാടിനെ വിമർശിച്ച് വെള്ളാപ്പള്ളിയും. കീറാമുട്ടിയായി സ്വാശ്രയ മെഡിക്കൽ പ്രവേശനം. സർക്കാരുമായുള്ള രണ്ടാം ഘട്ട ചർച്ചയും അലസി. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വീണ്ടും ചർച്ച. 4 തട്ട് ഫീസ് അനുവദിക്കണമെന്ന് മാനേജ്മെന്റുകൾ. മെറിറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് KK ശൈലജ. M സ്വരാജിനെ കടന്നാക്രമിച്ച് CPI മുഖപത്രം ജനയുഗം. ചരിത്രമറിയാത്ത സ്വരാജിന്റെ തലയിൽ തക്കാളി കൃഷി നടത്താം. സ്വരാജ് കപ്പലണ്ടി കമ്മ്യൂണിസ്റ്റ്. CPI വലിയ പാർട്ടി ആയിരുന്ന സ്ഥലങ്ങളിൽ എല്ലാം ഇടതുപക്ഷം ദുർബലപ്പെട്ടുവെന്ന് കോടിയേരി. ബാർ കോഴക്കേസിലെ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാൻ വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശം. ബാർ ഉടമകളിൽ നിന്ന് പുതിയ മൊഴിയെടുക്കും. മാണിയെ വീണ്ടും പിന്തുണച്ച കുമ്മനം. കേരള കോൺഗ്രസിന് എപ്പോഴും NDAയിലേക്ക് സ്വാഗതം. കറുകുറ്റി അപകടത്തിൽ താറുമാറായ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. നിരവധി ട്രെയിനുകൾ വൈകിയോടുന്നു. 2 ഇന്റർസിറ്റി സർവീസുകൾ റദ്ദാക്കി. സർവീസുകൾ നാളെ പഴയപടിയാകുമെന്ന് റെയിൽവേ. പത്മനാഭസ്വാമി ക്ഷേത്ര സമീപത്തെ അഗ്നിബാധ ഫയർഫോഴ്സ് അന്വേഷിക്കും. അട്ടിമറി സാധ്യത പരിശോധിക്കും. ഷോർട്ട് സർക്യൂട്ട് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല. അന്വേഷണം ഊർജിതമാക്കി പോലീസും. സമാധാന ദൗത്യവുമായി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി സംഘം കശ്മീരിലേക്ക്. സെപ്റ്റംബർ 4-ന് അസ്വസ്ഥ ബാധിത മേഖലകളിലെത്തും. 51 ദിവസത്തിന് ശേഷം താഴ്വരയിൽ കർഫ്യൂ പിൻവലിച്ചു. വിദേശ വനിതകൾ ഇറക്കം കുറഞ്ഞ വസ്ത്രം ധരിക്കരുതെന്ന് കേന്ദ്രമന്ത്രിയുടെ നിർദ്ദേശം. ചെറുപട്ടണങ്ങളിൽ രാത്രി ഒറ്റയ്ക്കിറങ്ങരുത്. ഇന്ത്യ സവിശേഷ സംസ്കാരമുള്ള സ്ഥലം. സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ RSS ആയുധപുരകളാക്കുന്നുവെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ അനധികൃത പ്രവർത്തനങ്ങൾ നടക്കുന്നതായി പരാതി ലഭിച്ച സാഹചര്യത്തിൽ സർക്കാർ അടിയന്തരമായ ഇടപെടൽ നടത്തുമെന്ന് ദേവസ്വം മന്ത്രി വിശദീകരിച്ചു. എന്നാൽ സർക്കാർ ഹിന്ദു വിരുദ്ധ സർക്കാരായി മാറിയെന്നാരോപിച്ച് BJP രംഗത്തെത്തി. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ RSS ഉൾപ്പെടെയുള്ള സംഘടനകൾ അനധികൃത പ്രവർത്തനങ്ങൾ നടത്തുന്നതായി നിരവധി പരാതികൾ ലഭിച്ചതായി വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ദേവസ്വം മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വിശ്വാസികളെ ക്ഷേത്രങ്ങളിൽ നിന്നും അകറ്റി ക്ഷേത്രങ്ങളെ ആയുധപ്പുരകളാക്കാനാണ് RSS ശ്രമം. നാടിൻ്റെ മതേതര സ്വഭാവവും സമാധാന അന്തരീക്ഷവും തകർക്കുന്നവരുടെ കേന്ദ്രങ്ങളാക്കി ക്ഷേത്രങ്ങളെ മാറ്റാൻ അനുവദിക്കില്ല. അതിനാൽ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തുമെന്നും മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരിച്ചു. തൊട്ടു പിന്നാലെ കോഴിക്കോട് മാധ്യമപ്രവർത്തകരെ കണ്ട മന്ത്രി ക്ഷേത്രങ്ങളെ ആയുധപ്പുരകളാക്കാൻ അനുവദിക്കുകയില്ല എന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണെന്ന് വിശദീകരിച്ചു. ഭക്തർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഒരു ഗവൺമെന്റ് പ്രാഥമിക ബാധ്യതയായതുകൊണ്ട് തന്നെ അമ്പലപ്പറമ്പുകളും അതിന്റെ പരിസരവും ആയോധന കേന്ദ്രങ്ങളാക്കാൻ അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടിൽ നിന്നുകൊണ്ടാണ് ഗവൺമെന്റ് ഈ സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം സർക്കാർ ഹിന്ദു വിരുദ്ധ സർക്കാരായി മാറുന്നതായി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് കുറ്റപ്പെടുത്തി. RSSന്റെ ശാഖകൾ പ്രവർത്തിക്കുന്നത് നിയമവിധേയമായിട്ടുള്ള മാർഗത്തിലൂടെയാണ്. അങ്ങനെ ശാഖകൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് ഏതെങ്കിലും ക്ഷേത്ര കമ്മിറ്റികൾക്ക് പരാതി ഉണ്ടെങ്കിൽ ആ പരാതി അവർ പരിഹരിച്ചുകൊള്ളും. എന്നാൽ എല്ലാവരുടെയും സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എന്നായിരുന്നു ഇതിനുള്ള മന്ത്രിയുടെ മറുപടി. റിപ്പോർട്ടർ, കോഴിക്കോട്. ഈ വിഷയത്തിൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, BJPയുടെ ബൗദ്ധിക വിഭാഗം കൺവീനർ ശ്രീ TG മോഹൻദാസ്, M സ്വരാജ് MLA, NM പിയേഴ്സൺ, T സിദ്ദിഖ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം മിനിസ്റ്റർ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, RSSന്റെ ശാഖാപ്രവർത്തനം ക്ഷേത്രങ്ങളിൽ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ സർക്കാർ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആരാധനാലയങ്ങളിൽ അങ്ങനെ നേരിട്ട് ഇടപെടൽ നടത്താൻ സർക്കാരിനാകുമോ? അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. അല്പസമയത്തിനകം ഞാൻ അദ്ദേഹത്തിലേക്ക് മടങ്ങിയെത്താം. ശ്രീ TG മോഹൻദാസ്, പുതിയ ഒരു കാര്യം ദേവസ്വം മന്ത്രി പറയുകയുണ്ടായതല്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രഖ്യാപിതമായ നിലവിലുള്ള നിലപാട് തന്നെയാണ്. ഹൈക്കോടതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇക്കാര്യം 2015 വ്യക്തമാക്കിയതുമാണ്. ക്ഷേത്ര പരിസരങ്ങളിൽ RSSന്റെ ശാഖാപ്രവർത്തനം അനുവദിക്കുകയില്ല എന്ന നിലപാടിൽ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പുതുമയോ അത്ഭുതമോ കാണേണ്ടതുണ്ടോ? അഭിലാഷ്, അതാണ് എന്നെയും കുഴക്കിയ പ്രശ്നം. എത്രയോ കാലമായിട്ട് ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ RSSകാരനാണ്. അമ്പലപ്പറമ്പിലായിരുന്നു എൻ്റെ ആദ്യത്തെ ശാഖ. അമ്പലപ്പറമ്പ് അല്ലാത്ത സ്ഥലത്തും ശാഖയുണ്ട്. പിന്നീട് ജനസംഖ്യ വർദ്ധിക്കുകയും സ്ഥലപരിമിതി ഉണ്ടാവുകയും ഒക്കെ ചെയ്തപ്പോൾ അമ്പലപ്പറമ്പ് എല്ലാവർക്കും ഉള്ളതാണല്ലോ, RSSന് മാത്രമുള്ളതല്ല. RSSനാണെങ്കിൽ ദിവസവും 1 മണിക്കൂറെങ്കിലും ഇത് വേണം താൻ. അപ്പോൾ എന്തായി, സ്വാഭാവികമായിട്ട് തന്നെ അമ്പലപ്പറമ്പുകളിൽ നിന്ന് RSSന് മാറി വേറെ സ്ഥലം കണ്ടുപിടിക്കേണ്ടി വന്നു.
RSS പല സ്ഥലത്തും മാറി. ഇന്നിപ്പോൾ എവിടെയാണ് ഈ ആയുധപ്പുരയൊക്കെ ഇദ്ദേഹം കണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. രാജ്യത്ത് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രിവെൻഷൻ ഓഫ് മിസ്യൂസ് എന്ന് പറഞ്ഞൊരു ആക്ടുണ്ട്. നമ്മുടെ മാറാട് കേസിലെ ആക്ട് ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം ഒരിക്കൽ DYFI പ്രവർത്തകർ ഒരു അമ്പലത്തിൽ രാഷ്ട്രീയ കാര്യത്തിന് ഉപയോഗിച്ചു എന്ന് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയല്ല. അതിൻ്റെ പേരിലും ഒരു കേസുണ്ടായി. 2 കേസ് എനിക്കറിയാവുന്നത് ഈ വകുപ്പനുസരിച്ച് ഉണ്ടായി. കടകംപള്ളി സുരേന്ദ്രൻ ടെലിഫോൺ ലൈനിൽ. കടകംപള്ളി സുരേന്ദ്രൻ, RSS ക്ഷേത്രങ്ങളെ ആയുധപുരകളാക്കി മാറ്റാൻ ശാഖയും ആയുധ പരിശീലനവും വഴി ശ്രമിക്കുന്നു എന്നാണ് താങ്കൾ ആരോപിക്കുന്നത്. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അത് പറയുമ്പോൾ ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതായിരിക്കുമല്ലോ. കേരളത്തിലെ ഏതെല്ലാം ക്ഷേത്രങ്ങളാണ് ഇത്തരുണത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾക്ക് വിധേയമാകുന്നത്? അല്ല, ഞാനിപ്പോൾ ക്ഷേത്രങ്ങളുടെ എണ്ണവും അതിന്റെ പേരുകളൊന്നും പറയാൻ വേണ്ടിയിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ പൊതുവായി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ആരാധനാലയങ്ങളെ സംബന്ധിച്ചാണ്. അത് അമ്പലങ്ങളായിരുന്നാലും പള്ളികളായിരുന്നാലും ആരാധനാലയങ്ങളാണ്. ഇപ്പോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ തന്നെയുള്ള 1-2 അമ്പലങ്ങളെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ, 1-2 ഏതാനും ചില അമ്പലങ്ങളെ സംബന്ധിക്കുന്ന ആക്ഷേപങ്ങൾ വന്ന പശ്ചാത്തലത്തിലാണ് ഞാൻ അത്തരം ഒരു പ്രസ്താവന നടത്താൻ തയ്യാറായത്. അത് RSSന്റെ നേതാക്കന്മാർക്കും അറിയാം. ഒരുപക്ഷെ ഇപ്പൊ സംസാരിച്ച RSSന്റെ വക്താവ് അദ്ദേഹം കരുതുന്നുണ്ടാകാം ഇപ്പോഴും ഒരു സ്ഥലത്തും ഇങ്ങനെയൊന്നും നടക്കുന്നില്ല എന്ന് കരുതുന്നുണ്ടാകാം. അദ്ദേഹം ഒന്ന് അന്വേഷിക്കട്ടെ. ഏതെങ്കിലും അമ്പല പരിസരങ്ങൾ ഈ ആയുധ പരിശീലന കേന്ദ്രങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യം. മിനിസ്റ്റർ, അങ്ങ് മന്ത്രി എന്നുള്ള നിലയിൽ ഒരു പ്രസ്താവന നടത്തുമ്പോൾ അതിനൊരു രാഷ്ട്രീയ പ്രസ്താവനയ്ക്ക് അപ്പുറമുള്ള മാനങ്ങളുണ്ടല്ലോ. അങ്ങയുടെ ഉത്തമ ബോധ്യത്തിൽ പറയുന്നതാണ്. ക്ഷേത്രങ്ങളെ ആയുധപ്പുരകളാക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം ഗൗരവമായ വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എവിടങ്ങളിലൊക്കെയാണ് അത്തരം ആക്ടിവിറ്റീസ് ശ്രദ്ധയിൽപ്പെട്ടതെന്ന്. ഞാൻ പറഞ്ഞല്ലോ, അതിനെതിരായിട്ട് പരാതി കൊടുത്ത ഒരു ക്ഷേത്ര പരിസരത്ത് വെച്ച് RSSകാര് പരാതി കൊടുത്തയാളെ തല്ലിയ സംഭവം അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത്, നമ്മൾ പൊതുവായിട്ടുള്ള ഒരു വിഷയം, ഇത് വസ്തുതയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അതിനെ അറിഞ്ഞുകൂടാത്ത കാര്യമില്ല. എല്ലാ അമ്പലങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനെയൊന്നും വിശ്വാസികൾ എല്ലാ അമ്പലങ്ങളും RSSകാർക്ക് ആയുധ പരിശീലനം നടത്താൻ വേണ്ടി തുറന്നു കൊടുക്കത്തൊന്നുമില്ല. വിശ്വാസികളും ഹിന്ദുക്കളും എന്നൊക്കെ പറയുന്നവരെല്ലാം RSSകാരൊന്നും അല്ല. ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമാണ് ഈ RSS അനുഭാവികൾ എന്നൊക്കെ പറയുന്നത്. മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ മാർക്സിസ്റ്റുകാരൊക്കെയാണ്, അമ്പലങ്ങളിൽ പോകുന്ന ആളുകൾ. അപ്പൊ അതുകൊണ്ട് മാർക്സിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, മറ്റു പാർട്ടിക്കാരുണ്ട്, അങ്ങനെ പേരുണ്ട്. അതുകൊണ്ട് എല്ലാ അമ്പലങ്ങളും RSSകാർക്ക് പരിശീലനം നടത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യമൊന്നും ഒരുക്കി കൊടുക്കാൻ വിശ്വാസികളൊന്നും തയ്യാറാവില്ല. തീർച്ചയായും. മിനിസ്റ്റർ, എങ്ങനെ സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കർശനമായ ഇടപെടൽ ഉണ്ടാകും എന്ന് അങ്ങ് സൂചിപ്പിക്കുകയാണ്. അതേസമയം തന്നെ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് ദേവസ്വം ബോർഡുകളാണ്. അവ ഓട്ടോണമസ് ബോഡികളാണെന്നാണ് സങ്കല്പം. സർക്കാർ എങ്ങനെയാണ് ആരാധനാലയങ്ങളിൽ ഇടപെടുക? ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ഒരു അമ്പലവും ഒരു ആരാധനാലയവും ഒരു മതവിഭാഗത്തിന്റെയും ഒരു സംഘടനയുടെയും ആയുധ പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യമൊരുക്കുന്ന കേന്ദ്രങ്ങളാക്കാൻ ഈ ഗവൺമെന്റ് സമ്മതിക്കില്ല. അത്രേ പറഞ്ഞുള്ളൂ. അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെയാണ് സർക്കാരിന് ഇക്കാര്യത്തിൽ ഇടപെടാൻ സാധിക്കുക? നമ്മുടെ നാട്ടിൽ സുപ്രീം കോടതി തന്നെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി സുപ്രീം കോടതി തന്നെ ഈ ആരാധനാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്, ഇത്തരം ആരാധനാലയങ്ങളിലെ പരിശീലനവും ആയുധ പരിപാടികളും ഒന്നും തന്നെ നടത്താൻ വേണ്ടി പാടില്ല എന്ന്. നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് അത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും നടത്തിയാൽ നിയമം അതിൻ്റെതായിട്ടുള്ള വഴിക്ക് സഞ്ചരിക്കും. അത്രയേ ഉള്ളൂ. തീർച്ചയായും നിയമം അതിൻ്റെതായ വഴിക്ക് സഞ്ചരിക്കണം. പക്ഷേ മിനിസ്റ്റർ, അങ്ങേക്ക് കുറെ കൂടി സ്പെസിഫിക് ആകാമല്ലോ. ഇന്ന സ്ഥലത്ത് ഇന്ന ഒരു പ്രശ്നമുണ്ട്, സർക്കാർ അതിനെ നേരിടുകയാണ്. അതിനപ്പുറത്ത് ആരാധനാലയങ്ങൾ ആയുധപ്പുരകളാക്കി മാറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് മന്ത്രി തന്നെ പറയുമ്പോൾ ഇവിടെ RSSും CPIM തമ്മിൽ രാഷ്ട്രീയമായ വൈരുദ്ധ്യമുണ്ട്. അതുണ്ടാകണം. നിങ്ങൾ രാഷ്ട്രീയമായി RSSനെ ഫൈറ്റ് ചെയ്യേണ്ടവരാണ്, അത് ചെയ്യണം. അതിനൊക്കെ അപ്പുറത്ത് കുറെ കാര്യങ്ങളിൽ ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമമുണ്ടോ? ഇതിനകത്ത് യാതൊരു പുകമറയുമില്ല. രാവിലെ തന്നെ MT രമേശ് എന്റെ പ്രസ്താവനയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞ മാന്യ സ്നേഹിതനും പറഞ്ഞു അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നീട് ഘട്ടത്തിൽ ജനസംഖ്യാ വർധനവും മറ്റാളുകളൊക്കെ തന്നെ അമ്പലങ്ങളിൽ ധാരാളമായിട്ട് വന്നു തുടങ്ങിയോടുകൂടി ഞങ്ങൾ RSSകാർ അവിടെ നിന്ന് മാറി വേറെ സ്ഥലം കണ്ടുപിടിച്ചു എന്ന് ഇപ്പൊ ഞാൻ കേട്ടതാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ചില സ്ഥലങ്ങളിലെങ്കിലും തുടരുന്നുണ്ട്. ഇന്ന സ്ഥലങ്ങളിൽ തുടരുന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് അവർക്ക് തന്നെ അറിയാം, നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണ്. അതൊന്നും ഇവിടെ വിശദീകരിക്കാൻ ഈ ചാനൽ ചർച്ചയിലൂടെ വിശദീകരിക്കേണ്ട ഒരു കാര്യവുമില്ല. ശരി, അങ്ങ് ദയവായി തുടരണം. TG മോഹൻദാസ്, RSSന്റെ ശാഖാ പ്രവർത്തനം മൂലം സ്വൈരജീവിതം സാധ്യമാകുന്നില്ല എന്ന് കാണിച്ച്
പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തതിനെ തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയും ഇക്കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അവരുടെ നിലപാട് വ്യക്തമാക്കേണ്ടി വരികയും ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ട്. ഈ സർക്കാരിൻ്റെ കാലത്തല്ല, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്. അന്ന് RSSന്റെ ശാഖകൾ ഒരു കാരണവശാലും ക്ഷേത്ര പരിസരത്ത് അനുവദിക്കുകയില്ല എന്നുള്ളതായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിലപാട്. അതേപോലെ തന്നെ ദേവസ്വം ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് കെ ഭാസ്കരൻ അദ്ദേഹവും RSS ശാഖ തടയുന്നത് സംബന്ധിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ മന്ത്രി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വെച്ച് സവിശേഷമായി ഒന്നും പറഞ്ഞിട്ടില്ല. ഈ സർക്കാർ ഹിന്ദു വിരുദ്ധമായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയെ ടാർഗറ്റ് ചെയ്തോ എന്തെങ്കിലും ചെയ്യുന്നതായും അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ വയ്യ. ഇരിക്കട്ടെ അഭിലാഷ്, ഇപ്പോൾ സംഭവിച്ചത് എന്താ? അഭിലാഷ് മന്ത്രിയെ ഡയറക്റ്റ് ചോദ്യം വെച്ച് കൺഫ്രണ്ട് ചെയ്തു. ഒരമ്പലത്തിൻ്റെ പേര് പറയൂ എന്ന് പറഞ്ഞു. അദ്ദേഹം തയ്യാറല്ല. മാത്രമല്ല, എനിക്ക് വലിയ ആശ്വാസം നൽകുന്നൊരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു. ഞാൻ ക്ഷേത്രങ്ങളെപ്പറ്റി മാത്രമല്ല, ഏതൊക്കെ ആരാധനാലയങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ അതിനെല്ലാം ഞാൻ എതിരാണ് എന്നും പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ക്ഷേത്രങ്ങളെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ വിശദീകരിച്ചപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ വളരെ ജനറലായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ സമ്മതത്തിന് ന്യായീകരണമായിട്ട് വിചിത്രമെന്ന് പറയട്ടെ, ഞാൻ പറഞ്ഞ കാര്യം എടുത്ത് അദ്ദേഹത്തിന് ഉദ്ധരിക്കേണ്ടിയും വരുന്നു. ശരിക്ക് പറഞ്ഞാൽ ഞാൻ പരിഹാസമായിട്ട് പറയുകയല്ല, ഒരു ഉണ്ടയില്ല വെടിവെച്ചതാണ്. വാസ്തവത്തിൽ ഇത് സത്യമാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, സ്റ്റേറ്റ് പോലീസ് ചീഫ് ലോക്നാഥ് ബെഹ്റ പറഞ്ഞു പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോഴൊന്നും ഇല്ലെന്നേ എന്നാണ് അദ്ദേഹവും പറഞ്ഞത് എന്നും മന്ത്രി സമ്മതിക്കുന്നു. ഇനി ഇത് കൂടുതൽ എന്താ വേണ്ടത്? ഈ ഉണ്ടയില്ല വെടിയേക്ക് നിർത്തുക. ഇപ്പോൾ സംഭവിച്ചത് എന്താ? കുറച്ച് ദിവസമായിട്ട് ഈ ഹിന്ദു വിരുദ്ധം എന്നൊക്കെയുള്ള പ്രയോഗം വരാൻ കാര്യം ഇതാണ്. നിലവിളക്ക് പാടില്ല എന്നൊരു മനുഷ്യൻ പറയുക, അതിന് ന്യായം ഉണ്ടാകാം അദ്ദേഹത്തിന്. പക്ഷേ പൊതുവിൽ ഈ ഹിന്ദു ബിംബങ്ങൾക്കെതിരെ, ഹിന്ദു സംഘടനകൾക്ക് ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും RSSനെ എന്ത് ചീത്ത വേണമെങ്കിലും വിളിച്ചോളൂ, അത് ഹിന്ദു സംഘടന അല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഹിന്ദു തീവ്രവാദികളുടെയാണ് എന്നൊക്കെ പറയാം. പക്ഷേ ഹിന്ദു എന്നുള്ള വാക്ക് അതിൽ നിന്ന് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഒരു സമുദായത്തെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പ്രവണത കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വരുന്നു. ശരി, സ്വരാജ്, അങ്ങനെ ഒരു പ്രതീതി ഉണ്ടായിട്ടില്ലേ? ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാണോ അവർക്കെതിരെ സർക്കാർ നടപടിയെടുക്കണം. അതിൽ RSS എന്നോ മറ്റ് സംഘടനകളോ എന്നോ വ്യത്യാസമില്ല. ഇവിടെ RSSനെ പിൻപോയിന്റ് ചെയ്യുന്നു മന്ത്രി. അതേസമയം തന്നെ അത് എവിടെയൊക്കെ എത്ര രൂക്ഷമാണ് പ്രശ്നമെന്ന് പറയാൻ സാധിക്കുന്നില്ല. BJP-കാരെ സംബന്ധിച്ച് ഇതാ ഹൈന്ദവ വിരുദ്ധത എന്ന് പറയാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണോ നിങ്ങൾ? അങ്ങനെയല്ല. ഇപ്പോൾ മന്ത്രി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തവും കൃത്യവും കാര്യമാത്ര പ്രസക്തവുമായി ഇവിടെ പറഞ്ഞു. പിന്നെ ബഹുമാന്യനായ TG മോഹൻദാസ് ചോദിക്കുന്ന പോലെ അമ്പലത്തിൻ്റെ പേരൊന്നും ഇപ്പോൾ ചാനൽ ചർച്ചയിൽ മന്ത്രി പറഞ്ഞുകൊള്ളുന്നില്ലല്ലോ. ഏതായാലും ഇങ്ങനെയൊന്നും ഇല്ല എന്ന് തീർത്ത് പറയാൻ അദ്ദേഹത്തിനാവില്ല. കാരണം നിങ്ങൾ തന്നെ സൂചിപ്പിച്ച ഹൈക്കോടതിയുടെ മുൻപാകെ നിൽക്കുന്ന ഒരു വിഷയം നമ്മുടെ മുമ്പിലുണ്ട്, ഇല്ലേ? കോടതിയുടെ ഇടപെടൽ, ഒരു പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ളൊരു സംഭവം, പരാതി പറഞ്ഞ ആൾക്കും മർദ്ദനമേറ്റ സംഭവം, ഇതൊക്കെ മുമ്പിൽ നിൽക്കല്ലേ സർപ്പം പോലെ തെളിവായിട്ട്. അപ്പോൾ ഇതൊക്കെ കാണാതെ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ട്, ഹൈന്ദവ വിരുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ ഹിന്ദുവിൻ്റെ കുത്തകാവകാശം ആരാണ് TG മോഹൻദാസിനും അദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്കും എഴുതി നൽകിയത്? അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ. ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ, വിശ്വാസികൾ അങ്ങനെ ആഗ്രഹിക്കുന്നവരല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 80% വോട്ട് നേടി ഇന്ത്യയിൽ ജയിക്കില്ലേ? അപ്പോൾ വിശ്വാസികളുടെയോ ഹിന്ദുക്കളുടെയോ കുത്തകാവകാശം നിങ്ങൾക്കില്ല, നിങ്ങൾക്കല്ല, ആർക്കുമില്ല. ഇത് പ്രാഥമിക പാഠമാണ്. അതാദ്യം നിങ്ങൾ ഉൾക്കൊള്ളൂ. നിങ്ങൾ അവകാശപ്പെട്ടാലും അത് നിങ്ങൾക്കില്ല. പിന്നെ ഈ ഗവൺമെൻറ് ഇങ്ങനെയൊരു പരാതി ഉയർന്നു വന്നാൽ ആരാധനാലയങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു സംഘടന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നൊരു നിലപാട് സ്വീകരിച്ചാൽ അതെങ്ങനെ ഹിന്ദു വിരുദ്ധമാവുക? ഹിന്ദുക്കൾ ഇപ്പോൾ ഇങ്ങനെ ആയുധ പരിശീലനം നടത്താൻ വെമ്പൽ കൊണ്ട് നടക്കുന്നവരാ? ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ, ബഹുമാന്യനായ മന്ത്രി പറഞ്ഞല്ലോ, ഏത് ആരാധനാലയമായാലും ഇപ്പം നിങ്ങൾക്ക് മറ്റേതെങ്കിലും ആരാധനാലയത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രശ്നം വന്നാലും ഇതാണ് നിലപാട്. ഒരു സെക്കുലർ സ്റ്റേറ്റിൽ ഒരു ഗവൺമെൻറ്റിന് സ്വീകരിക്കാൻ കഴിയുന്ന നിലപാട് അതല്ലേ? ആരാധനാലയങ്ങൾ വിശ്വാസികൾക്കുള്ളതാണ്. വിശ്വാസികളിൽ എല്ലാ രാഷ്ട്രീയ വിശ്വാസങ്ങളുള്ളവരും ഉണ്ടാവും. അവിടെ പോയിട്ട് ആയുധ പരിശീലനവും നിങ്ങളുടെ ഇമാതിരി ശാഖാ പരിപാടി നടത്തുന്നതിനാ? RSSകാർ സ്വന്തമായിട്ട് ശാഖ. ഞാൻ ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ ഏതെല്ലാം ഓഫീസുകൾ കാണും? നിങ്ങൾ എവിടെയെങ്കിലും RSSൻ്റെ ഓഫീസ് കണ്ടിട്ടുണ്ടോ? വളരെ അപൂർവമായിരിക്കും. ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ അറിയാത്ത കാര്യം പറയുന്നില്ല. പക്ഷെ നമ്മളങ്ങനെ കാണുന്നൊന്നുമില്ല അധികവും.
അപ്പോൾ എവിടെ ഇതൊക്കെ പ്രവർത്തിക്കുന്നത് എനിക്കറിഞ്ഞൂടാ. ഞാനൊരു സംശയം ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അതിന് അദ്ദേഹം മറുപടി പറയും. മിനിസ്റ്റർ, സമാധാന അന്തരീക്ഷം തകർക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി ക്ഷേത്രങ്ങളെ മാറാൻ അനുവദിക്കുകയില്ല എന്ന് അങ്ങ് പറയുന്നു. നല്ല നിലപാടാണ്. പക്ഷേ അങ്ങനെ മതസ്ഥാപനങ്ങൾ, ക്ഷേത്രങ്ങൾ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്ന കേന്ദ്രങ്ങളായി മാറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. മാറുന്നുണ്ടെങ്കിൽ എന്ത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങ് അങ്ങനെ കാണുന്നത്? അത് തടയാൻ എന്ത് നടപടിയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വേണ്ടേ? അല്ല, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഈ നേരത്തെ എന്റെ മാന്യ സ്വരാജ് പറഞ്ഞതുപോലെ ഈ ഹിന്ദുവിന്റെ ഉത്തകാവകാശം ഈ RSSകാരെന്നാ ഏറ്റു തുടങ്ങിയത്. ഞങ്ങൾ RSSന്റെ നിലപാടിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ, RSS ചെയ്യുന്ന കൊലരുതായ്മകൾ എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അത് ഹിന്ദുവിനെതിരാണെന്ന് എന്തിനാണ് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്? RSSനെതിരാണെന്ന് പറഞ്ഞോളൂ, അതല്ലേ അതിന്റെ ശരി. ചില അമ്പലങ്ങൾ, എല്ലാ അമ്പലങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. എല്ലാ അമ്പലങ്ങളും വിശ്വാസികൾ നേരാവണ്ണം കാര്യങ്ങൾ നടത്തുമെന്ന് ആഗ്രഹിക്കുന്ന വിശ്വാസികളുള്ള അമ്പലങ്ങളിലൊന്നും RSSകാർക്ക് അവിടെ ആയുധ പരിശീലനം പോയിട്ട് അവിടെ ഒരു ഡ്രില്ലും ഒന്നും നടത്താൻ വേണ്ടി സാധിക്കുകയില്ല. അവരതിനകത്ത് കയറ്റത്തില്ല അവരെ. അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലത്തുനിന്നും RSSകാർ അമ്പലങ്ങളുടെ പരിസരത്തു നിന്ന് ഒഴിഞ്ഞു പോയത്. എന്നാലും ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും അതുണ്ട്. അത് ഉള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ RSSന് കുറച്ച് ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്ന അമ്പലങ്ങളിൽ അവർ പല വേഷത്തിലാണ്. RSSന്റെ വേഷത്തിലല്ല, അമ്പലങ്ങളുടെ സംരക്ഷണ സമിതിയുടെ വേഷത്തിൽ, ഇങ്ങനെയുള്ള പല വേഷത്തിനകത്ത് കടന്നു കയറി അവിടെ ഭക്തർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ, ഭക്തർക്ക് യോജിക്കാത്ത കാര്യങ്ങൾ, അമ്പലത്തിന്റെ പരിശുദ്ധിക്കും പാവനതയ്ക്കും യോജിക്കാത്ത കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി അമ്പലത്തെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഒന്നും കണക്കും പേരും ഒന്നും ഇപ്പൊ ഈ ചാനൽ ചർച്ചയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് പറയാത്തതാണ്. മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയ ചില പരാതികളുടെ അടിസ്ഥാനത്തിൽ പൊതുവായിട്ടുള്ള ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഏതെങ്കിലും അമ്പലങ്ങളിൽ, ഒരു അമ്പലങ്ങളിലും ഇല്ല എന്ന് RSSകാർ തുറന്നു പറയുകയാണെങ്കിൽ അത്രയും സന്തോഷം. എന്നാലും ഉണ്ട് എന്നുള്ളത് വസ്തുത, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അത് MT രമേശിനും അറിയാം, ഇപ്പൊ സംസാരിച്ച ശ്രീ മോഹൻദാസിനും അറിയാം. ചില അമ്പലങ്ങളിലെങ്കിലും ഇപ്പോഴും RSSകാർ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നുണ്ട്. അല്ല, അത് ഉണ്ടാകും മിനിസ്റ്റർ. ഇവിടെ ഹൈക്കോടതിയിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കേസിൽ ദേവസ്വം ഓംബുഡ്സ്മാന്റെ റിപ്പോർട്ട് വന്നപ്പോൾ ക്ഷേത്രങ്ങളിൽ ഉള്ള ഭരണസമിതികൾ ഇത്തരം ആക്ടിവിറ്റികളെ കുറിച്ച് പരാതി ലഭിക്കുന്ന സാഹചര്യത്തിലും ഒരു നടപടിയും എടുക്കുന്നില്ല എന്ന കണ്ടെത്തൽ കൂടിയുണ്ട്. അതായത് ഈ ഭരണസമിതികളിൽ ഈ ആശയങ്ങളോട് പ്രതിപത്തിയുള്ള ആളുകളായിരിക്കും കുറെയെങ്കിലും ഉണ്ടാവുക. അങ്ങനെയുള്ള ഭരണസമിതി ഭരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഈ ശാഖകൾ നടത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും എല്ലാ കാലത്തും. അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തെ ഇപ്പോൾ സർക്കാർ നടപടിയെടുക്കുമെന്ന് അങ്ങ് പറയുന്നു. എങ്ങനെ നടപടിയെടുക്കും? ചില ഭരണസമിതികൾ എന്ന് പറയുമ്പോൾ ഭരണസമിതികൾക്കകത്ത് RSSന്റെ നുഴഞ്ഞുകയറ്റമുള്ള സ്ഥലങ്ങളുണ്ട്. അതല്ലെങ്കിൽ പാവങ്ങളായിട്ടുള്ള ഭക്തർ അവർ RSSനെ ഭയന്ന് ഇവരുടെ ഈ കൊള്ളരുതായ്മകൾ പുറത്തു പറയാൻ മടിക്കുന്നുണ്ട്, നടപടിയെടുക്കാൻ മടിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പരാതി കിട്ടുന്ന സ്ഥലങ്ങളിൽ ഒരു നിയമവാഴ്ച നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റ് ഭരിക്കുന്ന സംസ്ഥാനം എന്നുള്ള നിലയിൽ ഉചിതമായിട്ടുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കും. ശരി, അതാണ് ശ്രീ NM പിയേഴ്സൺ. നമ്മൾ ഇതിൻ്റെ സാങ്കേതികത്വത്തിലേക്ക് പോകുന്നതിനപ്പുറത്ത് ഇതിൻ്റെ രാഷ്ട്രീയം പരിശോധിച്ചാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിച്ചുള്ള വിഷയങ്ങളിൽ ഈ സർക്കാരിലെ മന്ത്രിമാർ, CPIMൻ്റെയും CPIയുടെയും നേതാക്കൾ നിലപാട് പ്രഖ്യാപനം നടത്തുന്നുണ്ട്. സാധാരണഗതിയിൽ ഏതെങ്കിലുമൊക്കെ മതവിഭാഗത്തെ ഏലിയനേറ്റ് ചെയ്യേണ്ട എന്ന് കരുതി പറയാതിരിക്കുന്ന നിലപാടുകൾ ഇപ്പോൾ ഉറച്ചു പറയുന്നുണ്ട്. എങ്ങനെയാണ് വർഗീയ രാഷ്ട്രീയത്തെ നേരിടേണ്ടത് എന്ന് കൃത്യമായ ഒരു നിലപാടെടുത്ത്, അതിനെ സാങ്കേതികത്വമൊക്കെ വിട്ടേക്കുക, അതിനെ കൃത്യമായി പൊതുമണ്ഡലത്തിൽ ചർച്ചയാക്കുകയാണ് ഈ മന്ത്രിമാർ എന്ന് തോന്നുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിൽ മതേതര രാഷ്ട്രീയത്തെ വലിയ തരത്തിൽ വികസിപ്പിച്ചെടുക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം പുരോഗമന കക്ഷികൾക്കും അതേപോലെ ഇടതുപക്ഷത്തിനുമുണ്ട്. ആ കാര്യത്തിൽ ഒരു തർക്കവും നോക്കില്ല. പക്ഷേ അവർ നടത്തുന്ന പ്രസ്താവനകളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ മതേതര ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായകരമായിരിക്കണം. ഇപ്പം നിലവിളക്ക് കത്തിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ നിലവിളക്ക് കത്തിക്കില്ല എന്ന് പ്രഖ്യാപനം നടത്തുന്നതായിട്ടുള്ള മുസ്ലിം മന്ത്രിമാരുണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണത്. അതും തെറ്റായിട്ടുള്ള കാര്യമാണ്. നിലവിളക്ക് കത്തിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നതും നിലവിളക്ക് കത്തിക്കില്ല എന്നൊക്കെ പറയുന്നത് ഈ മതപരമായിട്ടുള്ള ശാസനയുടെ അടിസ്ഥാനത്തിലായിത്തീരുമ്പോൾ അത് മതേതരത്വ വിശ്വാസത്തിനെതിരായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെതിരെയും തീർച്ചയായിട്ടും മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് വർത്തമാനങ്ങൾ ഉണ്ടാവേണ്ടതാണ്. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും വർത്തമാനങ്ങൾ ഉണ്ടാവുന്നതാണ്. ക്ഷേത്രങ്ങളും അതേപോലെ തന്നെ പള്ളികളും ഒരു കാരണവശാലും ആയുധപ്പുരകളാക്കി മാറ്റാൻ പാടില്ല എന്ന് പറയുന്നത് ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു ആശയമാണ്. അത് നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനം നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ടാക്കണം. അതുണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വരേണ്ടത്.
ഈ RSSനെ സംബന്ധിച്ചിടത്തോളം അവർ ഏതെങ്കിലും ഒരു അമ്പല പരിസരത്ത് ഇത്തരത്തിൽ അവരുടെ ശാഖകൾ പ്രവർത്തിക്കുമ്പോൾ അവിടേക്ക് DYFIക്കാർ അവരുടെ തന്നെ ഒരു യൂണിറ്റ് പ്രവർത്തിപ്പിക്കാനായിട്ട് വരുമ്പോഴാണ് ആ പ്രദേശം ഒരു സംഘർഷഭരിതമായിട്ടുള്ള പ്രദേശമായിട്ട് മാറിത്തീരുന്നത്. അങ്ങനെ വരാൻ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വരാൻ തീരുമാനിച്ചാൽ അത് സ്വാഭാവികമായിട്ടും വലിയ നിയമപ്രശ്നമായിട്ട് ഉയർന്നു വരികയും അങ്ങനെയുള്ള നിയമപ്രശ്നത്തിൽ സർക്കാരിന് ഇടപെടേണ്ടതായിട്ടുള്ള ഒരു ബാധ്യതയും ഉത്തരവാദിത്വം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളൊരു അന്തരീക്ഷമില്ലാതെ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിന് മതേതരാഷ്ട്ര ആശയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ RSS നേതാവിൻ്റെ ഒരു അഭിപ്രായത്തിൽ വലിയ ശക്തമായിട്ടുള്ളൊരു എതിർപ്പ് പറയുന്നത് ഈ സർക്കാർ എന്ന് പറയുന്നത് ഹിന്ദു വിരുദ്ധ സർക്കാർ എന്ന് പറഞ്ഞാൽ പലരും പറയുന്നത് ഈ സർക്കാർ എന്ന് പറയുന്നത് ഹിന്ദു സർക്കാർ എന്നുള്ളതാണ്. ഇതിനകത്ത് മന്ത്രിമാരെന്ന് പറഞ്ഞാൽ 80% ഹിന്ദുക്കളാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഹിന്ദു വിരുദ്ധ സർക്കാർ എന്നത് പറയുന്നത് എന്ന് സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്കും മനസ്സിലാവില്ല എന്നുള്ളതാണ്. കാരണം മുൻ സർക്കാരുകളെ അപേക്ഷിച്ച് ഈ സർക്കാരിലുള്ള മന്ത്രിമാരുടെ എണ്ണവും സ്പീക്കറടക്കമുള്ള ആളുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ 80%-ലധികം ആളുകൾ ഹിന്ദുക്കൾ തന്നെയാണ്. അങ്ങനെയുള്ളൊരു സർക്കാരിന് ഹിന്ദു വിരുദ്ധ സർക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കുമ്മൻ രാജശേഖരനും അതുപോലെ AT രമേശൊക്കെ ഉദ്ദേശിക്കുന്ന ഹിന്ദുത്വം എന്ന് പറയുന്നത് കേരളത്തിലെ ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടി വരുമായിരിക്കും. ശ്രീ TG മോഹൻദാസ്, ക്ഷേത്രത്തിൽ ആളുകൾ പോകുന്നത് സ്വച്ഛമായ അന്തരീക്ഷത്തിൽ പ്രാർത്ഥിക്കാനാണ്. ക്ഷേത്രത്തിൽ മാത്രമല്ല, എല്ലാ ആരാധനാലയങ്ങളിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. സർക്കാരും പറയുന്നത് അതാണ്. ക്ഷേത്രങ്ങളിൽ ആചാരവും വിശ്വാസവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന വിധത്തിൽ ആളുകൾക്ക് അവരുടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സംഗതി ഉണ്ടാകണം. അതിനിടയിൽ ആയുധ പരിശീലനമോ കായിക പരിശീലനമോ മറ്റു പരിശീലനങ്ങളോ ഡ്രില്ലോ ഒന്നും പാടില്ല എന്ന് പറയുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യണ്ടേ? അതിനെ മുക്തകണ്ഠം പ്രശംസിക്കണ്ടേ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ? അഭിലാഷ്, അതിനകത്ത് വ്യത്യാസമുണ്ട്. ഇപ്പോൾ വാക്കുകൾ കൊണ്ട് അമ്മാനമാടി നമ്മളൊരു കളി നടത്തരുത്. സത്യസന്ധമായിട്ട് നോക്കൂ. ഹിന്ദു വിരുദ്ധ സർക്കാർ എന്ന് വിളിച്ചു, തെറ്റെന്താ അതിൽ? RSSനെതിരായിട്ട് പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല. കഴിഞ്ഞ കുറേ ദിവസമായിട്ടുള്ള പ്രസ്താവനകൾ നോക്കൂ. നിർദോഷമായ കാര്യമാണ് ഓണത്തിൻ്റെ പൂക്കളം. ടെക്നിക്കലി മുഖ്യമന്ത്രി പറയുന്നത് ശരിയാണ്. ഡ്യൂട്ടി സമയത്ത് പൂക്കളം ഇടാനായിട്ട് സമയം കളയാൻ പാടില്ല, ശരിയാണ്. പക്ഷേ ഇന്ന് വരെ ഡ്യൂട്ടി സമയത്ത് പൂക്കളം ഇട്ടതിൻ്റെ പേരിൽ എന്തെങ്കിലും വലിയ നാശനഷ്ടം ഉണ്ടായതായിട്ട് ആർക്കും അറിയില്ല. അതൊട്ട് തെളിയിക്കാനും സാധ്യമല്ല. അത് വെറുതെ ഒരു തർക്ക വിഷയമായിട്ട് നിൽക്കും. പക്ഷേ മുഖ്യമന്ത്രി അത് പറയേണ്ടിയിരുന്നോ? ബൈ ആൻഡ് ലാർജ് ഹിന്ദുക്കൾ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണല്ലോ ഓണം. അതിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ചേരുന്നുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ, വിട്ടുനിൽക്കുന്ന ഹിന്ദുക്കൾ ഉണ്ടാവില്ല. വിട്ടുനിൽക്കുന്ന ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ഉണ്ടാവാം. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ അത് നിലവിളക്ക് കൊളുത്തുകയില്ല. കുറച്ചു കാലം മുമ്പാണ് അബ്ദുൾ റബ്ബ് നിലവിളക്ക് കൊളുത്തുകയില്ല എന്ന് പറഞ്ഞപ്പോൾ DYFI നിലവിളക്കുമായിട്ടൊരു ജാഥ നടത്തി. ഒരു 2-3 വർഷം മുമ്പാണ് സംഭവം. ഇപ്പോൾ G സുധാകരൻ പറയുന്നു നിലവിളക്ക് കൊളുത്തുകയില്ല, പ്രാർത്ഥന വേണ്ട. നിലവിളക്ക് കൊളുത്തുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ RSSകാർ മാത്രമാണോ? അല്ല. പൂക്കളം ഇടുന്നത് RSSകാർ മാത്രമല്ല. ഇതിൽ ഉള്ള പ്രശ്നം ശ്രീ TG മോഹൻദാസ്, ഓണം അതിന്റെ ഭാഗമായി നടക്കുന്ന പൂക്കളം ഇതൊക്കെ ഓഫീസിലായാലും വിദ്യാലയങ്ങളിലായാലും എല്ലാ ആളുകളും ചേർന്ന് നടത്തുന്ന ഒന്നാണ്, അല്ലാതെ ഹൈന്ദവർ നടത്തുന്ന ഒന്നല്ല. അതൊരു കാര്യം. എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരോട് വളരെ സ്വദേശപരമായി നിങ്ങൾ ഡ്യൂട്ടി സമയം പാഴാക്കാതെ വേണം ആഘോഷങ്ങൾ നടത്താൻ എന്ന് പറയുകയാണ്. അതിപ്പോൾ ഓണത്തിന് മാത്രം ബാധകമായിട്ടുള്ള കാര്യമല്ലല്ലോ. അത് ബർത്ത്ഡേ ആയാലും ക്രിസ്മസ് ആയാലും മറ്റെന്ത് ആഘോഷമായാലും അങ്ങനെ തന്നെ. എന്തിനാണ് നിങ്ങൾ അതിനെ ഹൈന്ദവർക്ക് വന്ന എന്തോ പ്രശ്നം എന്നുള്ള നിലയിൽ കാണുന്നത്? മാത്രമല്ല, ഇന്നലെ ചർച്ച ചെയ്തതാണ് ഇതേ പരിപാടിയിൽ G സുധാകരൻ വിളക്ക് കൊളുത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് പൊതുപണം കൊണ്ട് നടത്തുന്ന പൊതുപരിപാടികളിൽ മതചിഹ്നങ്ങൾ വേണോ? വിളക്ക് ഞാൻ കൊളുത്തും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള പൊതുപരിപാടികളിൽ തികച്ചും മതേതരമായ ബിംബങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന്. ഇതിനെയൊക്കെ നിങ്ങൾ ഏകപക്ഷീയമായി എന്തുകൊണ്ടാണ് ഹൈന്ദവ വിരുദ്ധം എന്ന് കാണുന്നതെന്ന് മനസ്സിലാകുന്നേയില്ല. അല്ല അഭിലാഷ്, എന്തിനാണ് ഈ പിണറായിയുടെ വക്താവാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പിണറായി ഓണത്തിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്, അല്ല അത് റംസാന്റെയും ക്രിസ്മസിന്റെയും കാര്യമൊന്നും അല്ലല്ലോ. ഓണത്തിന്റെ പൊതുവൽക്കരിക്കാൻ അഭിലാഷ് ശ്രമിക്കുകയാണ്. പിണറായി പോലും ഉദ്ദേശിക്കാത്ത കാര്യം ഒരു വാദം ജയിക്കാൻ വേണ്ടിയിട്ട് അഭിലാഷ്. എനിക്ക് ഇക്കാര്യത്തിൽ പ്രത്യേകമായ യാതൊരു താല്പര്യവുമില്ല. കേരളീയൻ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയുടെ ഞാൻ അങ്ങനെയാണ് കേട്ടത്. ഞാനത് അങ്ങയോട് പറയുകയാണ്, ഇങ്ങനെ കേട്ടാൽ പോരെ എന്ന്. സങ്കുചിതമായി കേട്ടിട്ട് സങ്കുചിതമായി പറയാതിരുന്നാൽ പിന്നെ എന്താണ് പ്രശ്നം? എന്തിനാ അങ്ങനെ വേറെ കേൾക്കുന്നത്? നേരെയുള്ളത് നേരെ കേട്ടാ പോരെ? അഭിലാഷ്, ഒരു കാര്യം ഞാൻ പറയാം. അഭിലാഷ് തടസ്സപ്പെടുത്തുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരുടെയും സംസാരം ക്രോസ് ആയി പോകുന്നു. ഒരടയാളമെങ്കിലും കാണിക്കുക. ഞാൻ നിർത്താൻ വഴങ്ങാൻ തയ്യാറാണ് പറഞ്ഞാൽ ഞാൻ നിർത്താം. പക്ഷെ അല്ലെങ്കിൽ വെറുതെ ആർക്കും ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ പോകും ഇത്.
ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. യെസ്. അപ്പോൾ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ അഭിലാഷ് ഒരു സിഗ്നൽ എനിക്ക് ഒരു വിരൽ പൊക്കി കാണിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ ടൈം ഡിലേ കൊണ്ട് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ വഴങ്ങാൻ തയ്യാറാണ്. ഈ ഒറ്റ രാത്രി ഏതെങ്കിലും ഒരു ഡിബേറ്റ് ജയിച്ച് സർവജ്ഞപീഠം കയറാൻ വന്നവനല്ല ഞാൻ ചില സംശയങ്ങൾ ഉന്നയിക്കുന്നത്. ഈ രീതിയിൽ നിരന്തരമായ പ്രസ്താവനകൾ വരുമ്പോൾ അതൊരു സമുദായത്തെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ തോന്നിയാൽ അതിന് കുറ്റം പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്പർ 2, ഞാൻ പറഞ്ഞു ആരാധനാലയങ്ങൾ ആയുധപ്പുരകളാണ്. ഒരു ലൈറ്റർ മൊമെന്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദു ദേവാലയങ്ങൾ ആയുധപ്പുരകളാണ്. പരശുരാമൻ്റെ മഴു, ഹനുമാൻ്റെ ഗദ, ദുർഗയുടെ കയ്യിലാണെങ്കിൽ മൊത്തം ആയുധങ്ങളാണ്. അമ്പും വില്ലും ഇല്ലാത്ത ആയുധമൊന്നുമില്ല. ഇനി അതുപോട്ടെ, ഫിസിക്കലി കാണാവുന്നത് കതിന, പന്തം, തീവെട്ടി, ഇങ്ങനെ അക്രമത്തിനുള്ള എല്ലാവിധ സന്നാഹങ്ങളും ദൈവങ്ങളുടെ കയ്യിലും മനുഷ്യരുടെ കയ്യിലുമായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ക്ഷേത്രങ്ങൾ. ഇനി ഇതെല്ലാം കൂടെയാണ് ഇവർ പിടിച്ചെടുക്കാൻ പോകുന്നത് എനിക്കറിയാൻ മേല. പിടിച്ചെടുക്കാൻ ഇങ്ങനെയാണ് താങ്കളുടെ പ്രസ്താവന വ്യാഖ്യാനിക്കപ്പെടുന്നത്. ആയുധപ്പുരകൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നോ? എന്റെ മാന്യനായിട്ടുള്ള സ്നേഹിതൻ ശ്രീ മോഹൻദാസിന് എന്ത് പറ്റി? അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത്? ഇങ്ങനെ സംസാരിക്കാമോ അദ്ദേഹത്തെ പോലൊരാള്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോ മാത്രമാണോ സംസാരിച്ചത്? അത് മുഖ്യമന്ത്രിയെ ചുമതലയേറ്റോടും തന്നെ സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരോട് അദ്ദേഹം നൽകിയ നിർദ്ദേശം എന്താ? ജീവനക്കാർ പണിയെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. ഇപ്പോൾ നടക്കുന്നതായിട്ടുള്ള ചില പ്രവൃത്തികൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ആ പ്രവൃത്തി എടുക്കുന്ന ഓണക്കാലത്തിന്റെ കാര്യമല്ല അദ്ദേഹം അന്ന് പറഞ്ഞ പ്രവൃത്തി എടുക്കുന്ന സമയത്ത് ചില കച്ചവടക്കാര് ഓഫീസുകളിൽ കച്ചവടം നടത്തുന്നു, സാധനങ്ങൾ മേടിക്കാൻ. ആ സമയത്താണ് യോഗങ്ങൾ നടത്തുന്നത്, പ്രവൃത്തി സമയത്താണ് യോഗങ്ങൾ നടക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അദ്ദേഹം പറഞ്ഞു പ്രവൃത്തി സമയത്ത് പ്രവൃത്തി എടുക്കുകയും അവധി സമയത്ത് നിങ്ങൾ യോഗം ചേരലോ മറ്റു കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഓണത്തിന്റെ സന്ദർഭത്തില് ഓരോ സ്ഥലത്തും പൂക്കളവും മത്സരവും ഒക്കെ ആയിട്ട് ഒരു 10-20 ദിവസക്കാലം തുടർച്ചയായി ജോലി ചെയ്യാത്തതായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പൂക്കളം വിട്ടോളൂ, അത് പ്രവൃത്തി സമയത്ത് പൂക്കളത്തിന് വേണ്ടിയിട്ട് സമയം നിങ്ങൾ ചെലവഴിക്കരുത്. പാവപ്പെട്ട ആളുകളുടെ ഫയലുകളും മറ്റുമാണ് നിങ്ങളുടെ മേശപ്പുറത്തിരിക്കുന്നത്. അതിന് പരിഗണന കൊടുക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം. ഈ പറയുന്നത് എങ്ങനെ ഹിന്ദു വിരുദ്ധമാകും? ഈ പറയുന്നത് എങ്ങനെ ജനവിരുദ്ധമാകും? ശ്രീ മോഹൻദാസിനെ പോലുള്ള ആളുകൾ രാഷ്ട്രീയ തിമിരം ബാധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്ന സതുദ്ദേശപരമായിട്ടുള്ള കാര്യത്തെ പോലും ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിക്കുന്നത് മഹാ കഷ്ടമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെയൊന്നും പറയാൻ ശ്രമിക്കരുത്. അമ്പലങ്ങൾ ആയുധപ്പുരകളാക്കുന്നത് തടയുമെന്ന ദേവസ്വം മന്ത്രിയുടെ പ്രസ്താവനയാണ് ഇന്ന് എഡിറ്റേഴ്സ് അവർ ചർച്ച ചെയ്യുന്നത്. ശ്രീ എം സ്വരാജ്, ഇമ്മട്ടിലൊക്കെ ഹൈന്ദവരെ ദ്രോഹിക്കുന്ന സർക്കാരാണ് എന്ന പ്രതീതി ഉണ്ടാക്കാൻ മാത്രമുള്ള സംഭവ വികാസങ്ങൾ ഈ ദിവസങ്ങൾക്കുള്ളിൽ നടന്നു കഴിഞ്ഞു എന്ന് വാദിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുകയാണോ മന്ത്രിമാരുടെ ഇത്തരം പ്രസ്താവനകൾ? ഒരിക്കലും അല്ല. ഇത് ഇപ്പോൾ ബഹുമാന്യനായ TG മോഹൻദാസ് ഇവിടെ പറഞ്ഞു കേട്ടില്ലേ? ഞാൻ ഞെട്ടിപ്പോയി അദ്ദേഹം പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? ഇതാണ് RSSൻ്റെ ഒരു ശൈലി. എനിക്ക് തോന്നുന്നു RSSന് ഇതാണ് പ്രചരിപ്പിക്കാൻ പോകുന്നത്. ഏത് കതിന പിടിച്ചെടുക്കാൻ പോകുന്നു, ഭീമൻ്റെ ഗദ പിടിച്ചെടുക്കാൻ പോകുന്നു. ഈ ഭീമനോടും ഹനുമാനോടൊന്നും നമുക്കൊരു വിരോധമില്ല. ഇതൊന്നും അല്ലല്ലോ ഉദ്ദേശിച്ചത്, ഇതൊന്നും അല്ല എന്നുള്ളത് അദ്ദേഹത്തിനും അറിയും. അപ്പോൾ അദ്ദേഹം ഇതിനെ തീർത്തും വർഗീയമായിട്ട് വ്യാഖ്യാനിക്കുകയാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഞാൻ വ്യക്തിപരമായിട്ടല്ല പറയുന്നത്, RSS അങ്ങനെയാണ് ഇതിനെ കാണുന്നത്. വർഗീയമായി ഇത്തരം കാര്യങ്ങളെ വ്യാഖ്യാനിക്കാനും സങ്കുചിത മുതലെടുപ്പ് നടത്താനും ഇവർ ശ്രമിക്കുകയാണ്. അതിപ്പോൾ മന്ത്രിമാരിങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവരിതൊക്കെ ചെയ്യും. പക്ഷേ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈ പൂക്കളത്തെക്കുറിച്ച് പറഞ്ഞു, നമ്മളൊക്കെ പൂക്കളം ഇട്ടിട്ടുള്ളവരല്ലേ. നിങ്ങളോട് ആരാ പറഞ്ഞത് ഹിന്ദുക്കളാണ് പൂക്കളം ഇടുക എന്ന്? കേരളത്തിൽ സ്കൂളിലും കോളേജിലും പോകുന്നവരൊന്നും അത് പറഞ്ഞാൽ വിശ്വസിക്കില്ല. ജാതിമത ഭേദമന്യേ കേരളത്തിൽ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും കുട്ടികളും മത്സരിക്കുകയല്ലേ പൂക്കളം ഇട്ടിട്ട്. ഞാനൊക്കെ പൂക്കളം ഇട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇടാത്തത്. ഓണം ഇദ്ദേഹം പറഞ്ഞെന്താ ഹിന്ദുക്കൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞു. എന്ത് മെസ്സേജാണ് ഇതൊക്കെ കൊടുക്കുക? നമ്മളിതിങ്ങനെ സംസ്ഥാനത്തിൻ്റെ ഉത്സവമാണ്, വിളവെടുപ്പിൻ്റെ ഉത്സവമാണെന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ ഇത് മതപരമായ ഒരു ചട്ടക്കൂടിനകത്ത് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയല്ലേ ചെയ്യുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ നാടിനോടും സംസ്കാരത്തോടും ഒക്കെ വലിയ ദ്രോഹമാണ് ചെയ്യുന്നത്. ഇപ്പം നിലവിളക്കിനെ കുറിച്ച് പറഞ്ഞു, ഇതൊരു സംവാദത്തിൻ്റെ വിഷയമാണത്. ഈ ഡിസ്പ്യൂട്ട് മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ. EMS അതിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ഓർക്കുന്നു. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. ഇപ്പം ഞാൻ നിലവിളക്ക് കൊളുത്താറുണ്ട്. ഇപ്പോൾ MLA ആയതിനു ശേഷം ദിവസം ഒരു 10 നിലവിളക്കെങ്കിലും കൊളുത്തേണ്ടി വരാറുണ്ട്. നിലവിളക്ക് കൊളുത്തിയപ്പോൾ എനിക്ക് ഷോക്ക് അടിച്ചിട്ടില്ല. നിലവിളക്ക് കൊളുത്തിയിട്ടില്ലെങ്കിലും എനിക്ക് ഷോക്ക് അടിക്കില്ല. പക്ഷെ ഒരു സംവാദം വളർന്നു വരണം. എന്ത്? പൊതുവിൽ ഒരു മതത്തിൻ്റെ പ്രതീകമായി, ഒരു ആചാരാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി കരുതപ്പെടുന്ന ഒരു സംഗതി സർക്കാർ ചടങ്ങുകളിൽ കൊണ്ടുവരുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു വിഭാഗം ഞങ്ങളുടെ വിശ്വാസത്തിന് ഇതിൽ എതിരാണ് എന്ന നിലയിൽ വരുമ്പോൾ ഒരു ഡയലോഗ് നടക്കട്ടെ.
നമ്മുടെ പൊതുചടങ്ങളിൽ ഇതങ്ങനെ നിർബന്ധമുള്ള കാര്യമാണോ? നമുക്ക് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു സ്ഥിതി സ്വീകരിക്കാൻ പറ്റുമോ? അതിൻ്റെ ഒരു ചർച്ച നടക്കുന്നതിന് എന്താ തെറ്റ്? അതല്ലാതെ നാളെ മുതൽ നിലവിളക്ക് കൊളുത്താൻ പാടില്ലെന്ന് ആരെങ്കിലും തീരുമാനിച്ചു? ഇല്ല, അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ശ്രീ ടി.ജി. മോഹൻദാസ്, ഇവിടെ നടക്കുന്ന ചർച്ചകളെ എന്തുകൊണ്ട് പോസിറ്റീവായി എടുത്തുകൂടാ? ഉദ്യോഗസ്ഥരോട് മുഖ്യമന്ത്രി, ഇവിടെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ആദ്യമായിട്ടല്ല, ചുമതല ഏറ്റെടുത്ത പിറ്റേന്ന് മുതൽ മോശം പ്രവണതകളെ ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ച് അവരുടെ കാര്യക്ഷമത, അവർ ജോലി ചെയ്യുന്ന സമയം വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടുന്ന ഒരാളാണ് മുഖ്യമന്ത്രി. അതിൻ്റെ ഭാഗമായി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തെ വർഗീയമാക്കേണ്ടതില്ല. ഇവിടെ RSSൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് RSS എന്ന് പറയുന്ന വിഭാഗം സായുധ പരിശീലനം നടത്തുന്നത് ആരാധനാലയങ്ങളെ ആയുധപ്പുരകളാക്കി മാറ്റുന്നു. ഇത് അനുവദിക്കാനാകില്ല എന്ന് പറയുമ്പോൾ ഉടൻ ക്ഷേത്രത്തിനകത്തിരിക്കുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വരുത്തി തീർക്കുന്നത് എന്തിനാണ്? അങ്ങനെയൊക്കെ ശ്രമിച്ചാൽ അതൊക്കെ വിശ്വസിക്കാൻ മാത്രം ബുദ്ധിശേഷിയില്ലാത്തവരാണോ നമ്മൾ അഭിസംബോധന ചെയ്യുന്ന മലയാളികൾ? അല്ല, ഇത് അഭിലാഷിൻ്റെ ഒരു ചോദ്യമല്ല, അഭിലാഷിൻ്റെ ഒരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. പ്രസ്താവനയുടെ അറ്റത്ത് ഒരു ചോദ്യചിഹ്നം കെട്ടിത്തൂക്കി എന്നേ ഉള്ളൂ. സംഭവം എന്താ? ഞാൻ പിണറായി വിജയൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, സാങ്കേതികമായിട്ട് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഡ്യൂട്ടി സമയത്ത് പൂക്കളമിടാൻ പാടില്ല, അതിന് സമയം കളയാൻ പാടില്ല. ശരിയല്ലേ? ഞാൻ പറഞ്ഞതല്ലേ, എല്ലാവരും കേട്ടതല്ലേ. ഞാൻ പൂക്കളത്തെപ്പറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഓണം ബൈ ആൻഡ് ലാർജ് എല്ലാ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആഘോഷിക്കുന്നു. പക്ഷേ മാറി നിൽക്കുന്ന ക്രിസ്ത്യാനികളോ മാറി നിൽക്കുന്ന മുസ്ലിങ്ങളോ ഉണ്ടാവാം, ഹിന്ദുക്കളോ ഉണ്ടാവില്ല. അതുകൊണ്ട് ബൈ ആൻഡ് ലാർജ് ഇറ്റ് ഈസ് എ ഹിന്ദു ഫെസ്റ്റിവൽ. അത് വർഗീയവൽക്കരിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ നിലവിളക്കിൻ്റെ കാര്യം എങ്ങനെയാണ് സ്വരാജ് ഒരു സംവാദത്തിന് വിടണമെന്ന് പറയുന്നത്? നിലവിളക്ക് ഹിന്ദുക്കൾ മാത്രമാണോ കൊളുത്തുന്നത്? RSSകാർ മാത്രമല്ല, ഹിന്ദുക്കൾ മാത്രമല്ല, ക്രിസ്ത്യാനികൾ മാത്രമല്ല, മുസ്ലിങ്ങൾ വരെ കൊളുത്തുന്നുണ്ട് നിലവിളക്ക്, ഇല്ലേ? അപ്പം നിലവിളക്ക് ഒരു ഹിന്ദു ബിംബമായിട്ട് G. സുധാകരൻ്റെയും ഇപ്പോൾ സ്വരാജിൻ്റെയും മനസ്സിൽ വരാൻ കാര്യം എന്താ? ഇവിടെയാണ് ഞാൻ പറയുന്നത് ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ഒരു ഹിന്ദു വിരുദ്ധത തെളിഞ്ഞു വരുന്നത്. അവർ ഡിഫെൻസീവിലാകുമ്പോൾ അവരത് മതേതരത്വം എന്ന് പറയും, അവർ ഒഫെൻസീവിലുള്ളപ്പോൾ അവരത് ഹിന്ദു ഒരു മതത്തിൻ്റെയാണ് എന്ന് പറയും. ഇപ്പോൾ ഈ ചർച്ചയിൽ നിലവിളക്കിൻ്റെ സ്വഭാവം എന്താണ് എന്ന് സ്വരാജ് പറയട്ടെ. നിലവിളക്ക് എന്തുകൊണ്ട് ചർച്ചാ വിഷയമാകണമെന്ന്, സംവാദം വേണമെന്ന് സ്വരാജ് ആഗ്രഹിക്കുന്നു? നിലവിളക്ക് ഒരു പ്രത്യേക മതത്തിൻ്റെ അല്ലെങ്കിൽ പിന്നെ പ്രശ്നമേ ഇല്ലല്ലോ അത് കൊളുത്തിയത് കൊണ്ട് എന്താ? ഇവിടെയൊക്കെയാണ് ഈ ഹിന്ദു വിരുദ്ധത കാണാൻ കഴിയുന്നത്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ? ആരാധനാലയങ്ങൾ ആയുധപ്പുരകളാക്കുന്നു എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നു. ഏതെങ്കിലും ഒരു അമ്പലത്തിൻ്റെ പേര് ചോദിച്ചാൽ അദ്ദേഹത്തിന് പറയാനില്ല. അപ്പോഴാണ് ഞാനിത് പറയുകയും ചെയ്തു. ഒരു ലൈറ്റർ മൊമെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ആകെ അമ്പലത്തിലുള്ളത് ഈ ആയുധങ്ങളാണ്. ഇനി ഇതാണോ ഇദ്ദേഹം പിടിച്ചെടുക്കുക? കാരണം അദ്ദേഹം സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, ഞാനെങ്കിലും പറയണമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അത് സത്യമാണ് താനും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ അമ്പല വിരോധികളാണ്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് അമ്പല സ്നേഹം തുടങ്ങിയിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. അമ്പലം പൊളിച്ച് കപ്പ നടണം, ഒരമ്പലം പൊളിഞ്ഞാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും, ഭഗവാൻ എന്തിനാ പാറാവ്, ഇതെല്ലാം ചോദിച്ചത് കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. ഈ വികാരം കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ് സി കേശവന്റെ കാര്യം. ഇനി ആത്മാർത്ഥതയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആത്മാർത്ഥത ഉള്ളതാണെങ്കിൽ നല്ലത്, ഒരു കാര്യം അതില്ലെങ്കിൽ ഇത് സംഘർഷം. ഒരു നിമിഷം, എം സ്വരാജിന് ഒരു കാര്യം ചോദിക്കാറുണ്ട് ടി.ജി. മോഹൻദാസ്. ഒരു നിമിഷം. എന്തിനാ ഇങ്ങനെ പറയുന്നത്? എനിക്ക് അദ്ദേഹത്തിന് അറിയാത്തോണ്ടാന്ന് തോന്നില്ല. ഒരു അമ്പലം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയുന്ന പറഞ്ഞ ആരാ? കമ്മ്യൂണിസ്റ്റുകാരാ പറഞ്ഞ്? എന്തിനാ? നിങ്ങൾക്കിത് അറിയാത്തോണ്ടാണോ? അറിയാത്തോണ്ടാണേ പഠിക്കണം. അത് പ്രായം കൂടുതലുള്ളതുകൊണ്ട് പഠിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അറിയാത്തോണ്ടാണേ പഠിക്കണം. വെറുതെ ഇങ്ങനെയൊന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുത്. അത്ര ഞാൻ പറയുന്നുള്ളൂ. ഞാൻ പ്രായത്തൊക്കെ പോയി മനസ്സ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇല്ല, ഇതേ പരിപാടിയിൽ തന്നെ വേറൊരു ദിവസം തർക്കിച്ചൊരു വിഷയമാണ്. ഞാൻ അതിലേക്ക് ഞാൻ അതിന് മറുപടി പറയാം. അഭിലാഷ്, ഞാൻ അതിന് മാത്രം മറുപടി പറയാം. കെ ദാമോദരനാണ് അത് പറഞ്ഞത്. നേതാവായി കെ ദാമോദരനാണ് പറഞ്ഞത്. എവിടെ പറഞ്ഞു? സി കേശവനാണ് പറഞ്ഞത്. സി കേശവൻ ആരായിരുന്നു? CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാ? ഇപ്പോ എന്തെങ്കിലും പറയരുത്. ഇത് കേരളീയർ കേൾക്കുന്നതാണ്. ഞാൻ കരുതുന്നത് അങ്ങയുടെ പ്രസിദ്ധീകരണത്തിലാണെങ്കിലും എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണെന്നാണ് എൻ്റെ ഒരു ധാരണ. നിങ്ങൾ സംഘടിതമായിട്ട് ഈ കളവ് പറയുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഓർക്കുന്നു, മുമ്പ് ഒരു 1-2 വർഷം മുമ്പ് ഒരു ചർച്ചയിൽ മറ്റൊരു RSS നേതാവ് ഇങ്ങനെ പറയുണ്ടായി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീണ്ടും എടുത്ത് ചോദിച്ചത്. സി കേശവൻ്റെ ലോകപ്രശസ്തമായ ഒരു പ്രയോഗം, അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായ പ്രകടനം, അത് ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ മാത്രം എവിടുന്ന് നിങ്ങൾക്ക് ധൈര്യം കിട്ടി കേരളത്തിൽ? എനിക്കതാ മനസ്സിലാവാത്തത്.
ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ശരി, നിങ്ങൾ പറഞ്ഞ കേരളം അല്ല, നമുക്ക് നമ്മൾ ആ ചർച്ച പിരിച്ചുവിട്ടു. ഈ വിഷയം ഇതേ ചർച്ചയിൽ 2 ദിവസം മുമ്പ് വന്നതുകൊണ്ടാണത്. സ്വരാജ് ഇല്ല ഞാൻ പറയുന്നത് കേൾക്കൂ. ശരി ഞാൻ ചോദിക്കട്ടെ, ഭഗവാൻ എന്തിനാ പാറാവ് എന്ന് CK നയനാരാണോ? ഭഗവാൻ എന്തിനാണ് പാറാവ് എന്ന് ചോദിച്ചത് CK നയനാരാണ്. നമ്മൾ അത്തരം ചരിത്ര സന്ധികളിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളതിലേക്ക് പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, അല്ല ഞാൻ വരുന്നു. ഭഗവാൻ എന്തിനാ പാറാവ് എന്ന് ചോദിച്ചതാണോ പറയുന്നത്? ഭഗവാൻ എന്തിനാ പാറാവ് എന്ന് ചോദിച്ചതാണോ പറയുന്നത്? നമ്മൾ ആദ്യത്തെ വിഷയം താങ്കൾ വിട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. രണ്ടാമത്തെ വിഷയം ഞാൻ ചോദിക്കട്ടെ, അതിൽ ഒരു സാമാന്യ യുക്തി വെച്ച് ചിന്തിച്ചാൽ ഭഗവാന് മാത്രമല്ല ഈ ദൈവത്തിന് അതിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? സ്വരാജ് ക്ഷോഭിക്കുന്നതുകൊണ്ട് ഞാൻ ആ വിഷയം വിട്ടതാണ്. ഞാൻ ക്ഷോഭിക്കുന്നില്ല. ഞാൻ അങ്ങയുടെ അസാധാരണവും അവിശ്വസനീയവുമായ ഒരു ചരിത്ര നിഷേധത്തെ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ക്ഷോഭിക്കുന്നില്ല. ഞാൻ താങ്കളോട് വളരെ വിനയത്തോടുകൂടി ചോദിക്കുന്നു, ഒരു ക്ഷേത്രം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയും എന്ന് പറഞ്ഞത് ആരാണ്? അതാണ് ചോദ്യം. ഈ കേരളം കേൾക്കട്ടെ, ഒന്ന് പറ. കെ ദാമോദരൻ. ശരി, കെ ദാമോദരൻ. എന്നിൽ നിന്ന് കേൾക്കൂ സുരാജ്, അത് കെ ദാമോദരൻ. ഒന്നും പറയാനില്ല. ഇല്ല, ഏതായാലും എന്റെ അറിവിൽ C കേശവനാണ്. ശ്രീ NM Pearson, ഞാൻ പറയുന്നുണ്ട്. ശ്രീ NM Pearson ഇങ്ങനെ വല്ലാതെ മതാത്മകമാകുന്ന ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക സവിശേഷമായ സാഹചര്യത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എടുക്കുന്ന തീരുമാനങ്ങൾ, മന്ത്രിമാർ പറയുന്ന വാക്കുകൾ, ഇവയിലൊക്കെ കരുതൽ വേണോ? ഞങ്ങൾ ചെയ്തതോ പറഞ്ഞതോ ആയ എന്തെങ്കിലും കാര്യം സാമുദായികമായി അസ്വാരസ്യം ഉണ്ടാക്കുമോ, ഏതെങ്കിലും ഒരു വിഭാഗം അതുകൊണ്ട് അന്യവൽക്കരിക്കപ്പെടുമോ എന്നൊക്കെ പേടിച്ച് പ്രവർത്തിക്കേണ്ടവരാണോ മന്ത്രിമാർ? അല്ല, കേരളത്തിൽ അങ്ങനെ പേടിച്ച് സംസാരിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനെ. നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ധൈര്യമായിട്ട് പറയാനായിട്ടുള്ളൊരിടം കേരളത്തിലുണ്ട്. അതാണ് കേരളത്തിൻ്റെ ഇതേവരെയുള്ളതായിട്ടുള്ള സാംസ്കാരിക മുഖവും രാഷ്ട്രീയ മുഖവും എന്ന് പറയുന്നത്. എന്തിനാണ് പേടിക്കുന്നത്? വളരെ വ്യക്തമായിട്ട് പറയണം. C കേശവൻ്റെ പ്രസ്താവനയാണെന്ന് പറയാൻ കഴിയാതിരിക്കുന്നത് ഒന്നിലെ അറിവുകേട് അല്ലെങ്കിൽ ബോധപൂർവമായിട്ടുള്ള വളച്ചൊടിക്കൽ. അതിനൊരു കാരണവശാലും ഈ കേരളം അംഗീകരിക്കില്ല. കാരണം അത് പോയി പുസ്തകം വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമല്ലേ. അതിനെന്തിനാ? ഇതൊരു ക്വിസാണത്. അങ്ങനെ നമ്മൾ സംസാരിച്ചിട്ടേ കാര്യമില്ല. കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളും പറയുന്ന തീരുമാനങ്ങളും ആരെയും പേടിച്ചൊന്നും പറയേണ്ട കാര്യമുള്ളെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. നമ്മളൊരു കുപ്പി പാതി വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ 2 രീതിയിൽ കാണാം. ഒന്ന് പാതി ഒഴിഞ്ഞ കുപ്പി എന്ന നിലക്കും, മറ്റൊന്ന് പാതി നിറഞ്ഞ കുപ്പി എന്ന നിലക്കും. അത് നിങ്ങളുടെ നിലപാടിൻ്റെ പ്രശ്നമാണ്. ഏതൊരു മനുഷ്യനും ഏതൊരു വിഷയത്തെയും അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടെന്ന് കാണാം. അതാണ് ശരിയെന്ന് ആരും പറഞ്ഞ് വാദിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. RSSകാർക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കേരളത്തെ കാണാം, അതിൽ ആർക്കും തർക്കമില്ല. മാർക്സിസ്റ്റുകാർക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാണാം. പക്ഷേ കേരള സമൂഹത്തിൽ ജീവിക്കുന്ന വളരെ സർഗാത്മകമായിട്ട് സാമൂഹ്യ ജീവിതവും രാഷ്ട്രീയ ജീവിതവും കാണാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ളൊരു സമൂഹത്തിൻ്റെ വളർച്ചയും വികാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പ്രവർത്തിക്കുന്നതിന് വിരുദ്ധമായിട്ട് ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അതിനെതിരെ വളരാൻ പറ്റുന്നതായിട്ടുള്ളൊരു സാമൂഹ്യ മനസ്സ് കേരളത്തിന് ആവശ്യം. എനിക്ക് ചെറുപ്പമായിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് കേരളത്തിലെ യുക്തിൻ്റെ നിറഞ്ഞ കാലഘട്ടമായിരുന്നു. അന്ന് ഏപ്രിൽ ഫൂൾ എന്ന് പറയുന്നൊരു ദിവസം വരുന്ന സമയത്ത് ഞങ്ങളുടെ പ്രദേശത്തുള്ളതായിട്ടുള്ള ചാത്തനും മർദ്ദയൊക്കെ തോട്ടിൽ വലിച്ചെറിയപ്പെടും. പിള്ളേരെടുത്ത് വലിച്ച് തോട്ടിക്കളയുമായിരുന്നു. ഇതാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഓരോരുത്തരും നിർമ്മിക്കുന്നതായിട്ടുള്ള ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് വിശുദ്ധി ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണം. അതിനപ്പുറത്ത് സാധ്യമല്ല. എനിക്ക് ചെറുപ്പം ഉണ്ടായിരുന്ന കാലത്ത് എത്രയോ അങ്ങനെയുള്ള ആളുകളാണ് വീട്ടിൽ. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുള്ള കക്കൂസിരുന്ന സ്ഥലത്തൊക്കെ എത്രയോ അമ്പലങ്ങളും പള്ളികളുമാണ് വളർന്നു വന്നിട്ടുള്ളത്. ആ പള്ളികളും അമ്പലങ്ങളും ഒക്കെ അങ്ങനെയുള്ള സ്ഥലത്ത് പണിയുന്ന ആളുകളുടെ വിശ്വാസധാരയെക്കുറിച്ച് എന്താണ് നമുക്ക് സംസാരിക്കാനുള്ളത്? ഞാൻ പറയുന്നത് ഈ കാലഘട്ടത്തിലെ വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യർക്ക് വളരെ കുറവാണ്. നമുക്കിപ്പോൾ യക്ഷികളിൽ വിശ്വാസമുണ്ട്. ഒരു വിശ്വാസമുള്ളൊരു സമൂഹമല്ല. പിള്ളേരോട് പറഞ്ഞ് പിള്ളേർ ചിരിക്കരുന്ന്. പഴയ കാലത്ത് എന്തൊരു വിശ്വാസമായിരുന്നു. ഇത് തന്നെയാണ് ദൈവവിശ്വാസത്തിൻ്റെ സ്ഥിതി. ഇന്ന് ദൈവവിശ്വാസത്തെയും മതവിശ്വാസത്തേക്ക് വലിയ തരത്തിൽ കച്ചവടം ചെയ്യുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം. താങ്കളുടെ സാമൂഹ്യ വിമർശനം. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, സർക്കാരിന് ഈ കാര്യങ്ങളിലൊക്കെ അഭിപ്രായം ഉണ്ടാകുമല്ലോ. കമ്മ്യൂണിസ്റ്റുകാരായ മന്ത്രിമാർക്ക് ദൈവവിശ്വാസം ഉണ്ടാകില്ല, അവർക്കുള്ള ലോകവീക്ഷണം അത്തരത്തിലായിരിക്കും. പക്ഷേ സർക്കാരിന് നമ്മുടേതുപോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ മതേതരമാകാം, പക്ഷേ നിരീശ്വരമാകാൻ പറ്റില്ലല്ലോ. ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ശബരിമലയിൽ അതിലെ ആചാരക്രമങ്ങൾക്കനുസരിച്ചുള്ള നിലപാടുകൾ എടുക്കുന്ന കാര്യത്തിൽ, സുപ്രീം കോടതിയിലുള്ള കേസിൽ നിലപാടറിയിക്കുന്ന കാര്യത്തിൽ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിലെ മന്ത്രിമാരുടെ രാഷ്ട്രീയമാണോ നോക്കുക? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ നമ്മുടെ വിശ്വാസി സമൂഹത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്.
അത് ഏത് മതവിശ്വാസികളായിരുന്നാലും ശരി, അമ്പലങ്ങളിൽ പോകുന്നവരാകട്ടെ, പള്ളികളിൽ പോകുന്നവരാകട്ടെ, ഏത് മതവിശ്വാസത്തിൽപ്പെടുന്നവരായിരുന്നാലും വിശ്വാസി സമൂഹത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം, വിശ്വാസികൾക്ക് സംരക്ഷണം നൽകണം, വിശ്വാസികൾക്ക് സഹായകരമായ സമീപനം സ്വീകരിക്കണം, ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ സാധിക്കണം. ഈ നിലയിൽ തന്നെയാണ് ഗവൺമെന്റ് ആ പ്രശ്നങ്ങൾ നോക്കിക്കാണുന്നതും പ്രശ്നങ്ങളെ സമീപിക്കുന്നതും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ഞാൻ നടത്തിയ സ്റ്റേറ്റ്മെന്റ് പോലും ഉണ്ടായിട്ടുള്ളത്. ഏതാനും കുറച്ച് അമ്പലങ്ങളെങ്കിലും, അതിന്റെ പേരുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ശ്രീമാൻ മോഹൻദാസിന് കൊടുക്കാം, അതൊന്നും ഒരു വിഷമമുള്ള കാര്യമല്ല. പക്ഷെ ചാനൽ ചർച്ചയിൽ പറയേണ്ട കാര്യങ്ങളല്ല എന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാനത് പറയാതിരിക്കുന്നത്. ഏതായാലും ആ അമ്പലങ്ങളും ആരാധനാലയങ്ങളും അത് ഏത് മതവിശ്വാസികളുടേതായിരുന്നാലും ശരി, അവിടെ ആയുധ പരിശീലനവും അത്തരത്തിലുള്ള ബില്ലും ആളുകളെ ഭക്തരെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള സംവിധാനമൊന്നും ഏർപ്പെടുത്താനായിട്ട് അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നുള്ളത് ഗവൺമെന്റ് നയമാണ്. അല്ല, അക്കാര്യത്തിൽ ഏകപക്ഷീയതയുണ്ടോ മിനിസ്റ്റർ? സമാനമായ വിധത്തിൽ പള്ളികളിൽ, മുസ്ലിം ആരാധനാലയങ്ങളിലൊക്കെ തീവ്ര സ്വഭാവമുള്ള കക്ഷികൾക്ക് സ്വാധീനമുള്ള പള്ളികളോ ആരാധനാലയങ്ങളോ ഉണ്ടാകാം. അവിടെ അത്തരത്തിലുള്ള പഠനം നടന്നേക്കാം. അങ്ങനെയുള്ള ഘട്ടത്തിലും സമാനമായ നിലപാടെടുക്കാൻ പറ്റുമോ? ഒരു പൊതുപ്രസ്താവന നടത്തുമ്പോൾ അമ്പലങ്ങളെക്കുറിച്ച് മാത്രം പറയുകയും മറ്റുള്ളവയെക്കുറിച്ച് പറയാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പരാതി. ഇല്ലല്ല, ഈ മതേതര കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏത് മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങളും ഭക്തർക്ക്, ആ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വന്ന് ഭക്തിപൂർവ്വം അവരുടെ ആരാധന നടത്താൻ സൗകര്യമുണ്ടാകുന്ന ആരാധനാലയങ്ങളാകണം. ഏത് ആരാധനാലയത്തിലാണെങ്കിലും ശരി, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആയുധ പരിശീലനവും ആയോധനകലയും അതൊന്നും അനുവദിക്കാൻ സാധിക്കില്ല. എവിടെയെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഏത് ആരാധനാലയത്തെ സംബന്ധിച്ചാണെങ്കിലും അത്തരം കാര്യങ്ങളിൽ പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയുടെ മേൽ കർശനമായിട്ട് നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. ഇത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഗവൺമെന്റാണ്. ശബരിമലയെ സംബന്ധിച്ച് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചല്ലോ. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട് 2007 തന്നെ ഗവൺമെന്റ് പറഞ്ഞതാണ്. സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷികൾക്കുണ്ട്, മതസംഘടനകൾക്കുണ്ട്, ജാതി സംഘടനകൾക്കുണ്ട്, അയ്യപ്പ സേവാ സംഘത്തിനുണ്ട്, ഭക്തസംഘടനകൾക്കുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതി ഒരു കോമ്പിറ്റന്റ് അതോറിറ്റി എന്നുള്ള നിലയിൽ അവർ നിശ്ചയിക്കുന്ന നിലപാട് സ്വീകരിക്കാനായിട്ട് കേരളീയ സമൂഹം തയ്യാറാകണം എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് ഈ കാര്യത്തിൽ. റൈറ്റ്. ടി.ജി. മോഹൻദാസ്, കേരളം പോലൊരു സമൂഹത്തിൽ മതധ്രുവീകരണം അല്ലെങ്കിൽ ഒരു വിഭാഗം മതദ്രോഹം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ആളെ കൂട്ടൽ സാധ്യമാണോ? ഈ ആവർത്തിച്ചുള്ള സർക്കാർ നടപടികളെ അല്ലെങ്കിൽ സർക്കാരിലെ മന്ത്രിമാരുടെ വാക്കുകളെ ഒരു മതത്തിനെതിരാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് വഴി പ്രത്യേകിച്ച് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്? വ്യാഖ്യാനിക്കുന്നതല്ലല്ലോ, യാഥാർത്ഥ്യം അതല്ലേ. യാഥാർത്ഥ്യം അതല്ലേ. വേറെ ഏത് മതത്തെ പറ്റിയാണ് എന്താ പറഞ്ഞിട്ടുള്ളത്? വേറെ ഏതെങ്കിലും മതത്തെപ്പറ്റി പറഞ്ഞോ എന്തെങ്കിലും? ഒന്നുമില്ല. വാസ്തവത്തിൽ ഇതുപോലും പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. വല്ല കാര്യം ഉണ്ടായിരുന്നു ഇത് പറയാൻ? ഇന്നലെയോ മിനിഞ്ഞാന്നോ ഏതെങ്കിലും ക്ഷേത്രത്തിൽ എന്തെങ്കിലും ബോംബോ ആയുധമോ കണ്ടെടുത്തോ? ഇല്ല. അദ്ദേഹത്തിന് പരാതി കിട്ടിയെന്ന് പറയുന്നു. അദ്ദേഹം അത് ചാനൽ ചർച്ചയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് നടപടി എടുക്കാമായിരുന്നല്ലോ. ഫേസ്ബുക്കിൽ ഇടേണ്ട കാര്യമുണ്ടോ? ചാനൽ ചർച്ച ഒരു മെയിൻ സ്ട്രീം മീഡിയയാണ്, ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയാണ്. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാലും മെയിൻ സ്ട്രീം മീഡിയയിൽ പറയാൻ ആഗ്രഹിക്കാത്ത കാര്യം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് ഒരു ദുരൂഹമായ രീതിയിൽ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്താ? ഇതൊക്കെ ഇപ്പം നടക്കേണ്ട കാര്യം എന്താ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഇമ്മീഡിയറ്റ് പാസ്റ്റിൽ നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ആരാധനാലയത്തിൽ RSSO അല്ലാത്തവരോ ഏതെങ്കിലും ആയുധങ്ങൾ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആയുധങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും ആയുധമോ ബോംബോ കണ്ടെടുത്തോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എന്താ ആവശ്യം? ഇതിൻ്റെ ഈ പ്രചരണത്തിൻ്റെ കാര്യം എന്താ? അതിനകത്താണ് ഒരു ദുരൂഹത. അത് വെളിവാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ കാടടച്ച് വെടിവെച്ചിട്ട് എന്താ കാര്യം? ഞങ്ങൾ ഈ നാട്ടിൽ ലെജിറ്റിമേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ RSS. നിരോധിത സംഘടനയോ ഒളിച്ച് തലയിൽ മുണ്ടിട്ട് നടക്കുന്നവരോ ഒന്നുമല്ലല്ലോ. ഞങ്ങൾ എത്രയോ വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്നു. ഞങ്ങളെ ഇഷ്ടമില്ല, വെട്ടിയിട്ടുണ്ട്, കുത്തിയിട്ടുണ്ട്, ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങളിവിടെ ഉണ്ട്, എങ്ങും ഓടിപ്പോയിട്ടില്ല, പോകാൻ ഞങ്ങൾക്ക് വേറെ സ്ഥലവും ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ പറ്റി വെറുതെ ഒരു ഗുണ്ടിട്ടിട്ട് അത് ചോദിച്ചു കഴിയുമ്പോൾ അല്ല അത് അങ്ങനെയല്ല, അത് ചാനൽ ചർച്ചയിൽ പറയാൻ പറ്റില്ല, വേണമെങ്കിൽ ഞാൻ തരാം, പിന്നെ നോക്കട്ടെ, ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് കരുതലില്ലാതെ നടത്തുന്ന പ്രസ്താവനയായി. ശരി, അതാണ് താങ്കളുടെ ആക്ഷേപം. ശ്രീ എം സ്വരാജ്, RSSുമായി നിങ്ങൾക്ക് പ്രത്യയശാസ്ത്രപരമായി ആശയപരമായി ശത്രുതയുണ്ട്. പക്ഷേ ഭരണകൂടത്തെ ഉപയോഗിച്ച് RSS എന്ന സംവിധാനത്തെ അടിച്ചമർത്തിക്കളയാമെന്ന വ്യാമോഹം നിങ്ങൾക്കുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ചർച്ച കേൾക്കുന്ന ആളുകളെ
ബഹുമാനായ ശ്രീ ടി ജി മോഹൻദാസിന്റെ വാദഗതിയെ എത്ര പരിഹാസ്യമായിട്ടായിരിക്കും, ഞാൻ പറഞ്ഞോട്ടെ, എത്ര പരിഹാസ്യമായിട്ടായിരിക്കും കാണുക. അദ്ദേഹം പറഞ്ഞത് നോക്കൂ, മന്ത്രി സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു, ഇതിൽ പറഞ്ഞില്ല, ഇതിൽ പറയാൻ പറ്റില്ല, പിന്നെ അതിൽ പറയാൻ പറ്റുമെന്നൊക്കെയാണ് ചോദിച്ചത്. സോഷ്യൽ മീഡിയ പറഞ്ഞ അതേ കാര്യമാണ് മന്ത്രി ഇവിടെയും പറഞ്ഞത്. ഈ ക്ഷേത്രങ്ങളുടെ പേരോ വിവരങ്ങളോ ഒന്നും സോഷ്യൽ മീഡിയയിലും പറഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ അതേ കാര്യം മന്ത്രി ഇവിടെയും പറഞ്ഞു, പരാതിയെ സംബന്ധിച്ച് ഈ വിഷയത്തിലുള്ള നിലപാടിനെക്കുറിച്ച്. ഇത് സാങ്കല്പികമായ ഒന്നല്ല, വസ്തുതയാണ് എന്നതിന് നമ്മുടെ മുൻപിൽ സോളിഡ് എവിഡൻസ് ഉണ്ട്. ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെ കേസുണ്ട്, അതിൽ കോടതിയുടെ നിർദ്ദേശമുണ്ട്. ആ പരാതി കൊടുത്ത ആൾക്ക് മർദ്ദനമേറ്റ സംഭവമുണ്ട്. ഇതൊന്നും ശൂന്യതയെന്ന് വന്നതല്ലല്ലോ, പിന്നെ എന്തിനാ ഇതൊന്നും ഇല്ല എന്നിങ്ങനെ നടിക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഈ ഒറ്റ സെക്കൻഡ് ഒറ്റ ചോദ്യം. ഞാൻ വാദം ജയിക്കാൻ വേണ്ടിയിട്ടല്ല, അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കാം. ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല സ്വരാജ് പറയുന്ന ഈ ഒരു ഹൈക്കോടതി വിധി ഏത് വിധിയിലാണ് RSSനെ അമ്പലങ്ങളിൽ നിന്ന് പുറത്താക്കണത്? ഞാൻ പറഞ്ഞില്ല, തർക്കം ജയിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. ആ ഡേറ്റോ നമ്പറോ പാർട്ടിയോ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അന്വേഷിച്ചു. ഹൈക്കോടതി വിധി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല ശ്രീ ടി ജി മോഹൻദാസ്. ഹൈക്കോടതിയിൽ ഹർജി, അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ദേവസ്വം ഓംബുഡ്സ്മാനും ഒക്കെ നടത്തിയിട്ടുള്ള സബ്മിഷനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. 2015 ജൂൺ 5-ാം തീയതിയാണ് ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണന്റെ ബെഞ്ചിൽ ആ കേസ് വന്നത്. ആ കേസ് കൊടുത്തത് കൊല്ലം തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിന് സമീപത്ത് താമസിക്കുന്ന കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആളായിരുന്നു. ഹൈക്കോടതിയിൽ എഴുതി കൊടുക്കാൻ മേലാത്ത അങ്ങനെയല്ല, ഞാൻ പറഞ്ഞെന്താ, കേസുണ്ട് കോടതിയിൽ, പരാതിയുണ്ട്, പരാതിക്കാരന് മർദ്ദനമേറ്റ സംഭവമുണ്ട്, ഇതൊക്കെയല്ലേ പറഞ്ഞേ? ഹൈക്കോടതി അതിൽ തീർപ്പ് കൽപ്പിക്കട്ടെ. ഒരു ഒറ്റപ്പെട്ട അമ്പലത്തിലെ ഒറ്റപ്പെട്ട സംഭവം കേസായിട്ട് വന്നിരിക്കുകയല്ലേ? അല്ല, അങ്ങനെ ഒറ്റപ്പെട്ട സംഭവം എന്നുള്ള നിലയ്ക്കല്ല. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ്, അതായത് 2015 UDF സർക്കാരിന്റെ കാലത്ത്, ഈ സർക്കാർ വരുന്നതിന് മുൻപ് ദേവസ്വം ബോർഡ് സ്വീകരിച്ച സമീപനം RSS ശാഖകൾ നടത്താൻ ഒരു ക്ഷേത്ര പരിസരത്തും, ദേവസ്വം ബോർഡിന്റെ ഒരു ക്ഷേത്ര പരിസരത്തും RSS ശാഖകൾ നടത്താൻ അനുമതിയില്ല. അങ്ങനെ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടിയെടുക്കും. ഇവിടെ ഒരു സ്പെസിഫിക് കേസ് പറഞ്ഞു, ആ കാര്യത്തിൽ നടപടി എടുത്തിട്ടുണ്ട്. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കേരള ഹൈക്കോടതിയെ ബോധിപ്പിച്ച കാര്യമാണ്. കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു. അല്ല, ഇതിൽ ഞാൻ പറയട്ടെ, എന്തിനാണ് ഇങ്ങനെ വസ്തുതകൾ വളച്ചൊടിച്ചും അജ്ഞത നടിച്ചിട്ടും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നത്? എന്തിനാ? ഇപ്പോൾ അങ്ങ് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ സന്തുഷ്ടനാണ്, അത്രയെങ്കിലും സമ്മതിച്ചല്ലോ. ഒരുപാടിടത്ത് ഇത്തരം പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഒന്ന് പരാതിയും കേസുമായി മാറിയത്. ആ കേസിൻ്റെ പശ്ചാത്തലത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വീകരിച്ച നിലപാടാണ് ഇവിടെ അവതാരകൻ പരാമർശിച്ചിട്ടുള്ളത്. ആ നിലപാടിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് മന്ത്രി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ സാങ്കല്പികമാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഭീമൻ്റെ ഗത മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേപ്പോലൊരാൾ ഇങ്ങനെ പരിഹാസ്യനാവരുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏത് ആരാധനാലയത്തിലായാലും ഏത് മതത്തിൻ്റെതായിരുന്നാലും ഇത്തരം പരാതികൾ ഉയർന്നു വന്നാൽ പരിശോധിക്കപ്പെടണം. ഇത് അനുവദിക്കാൻ പറ്റാത്തതാണ്. ഇത് വിശ്വാസികളുടെ താല്പര്യത്തിനെതിരാണ്. ഇപ്പോൾ പൂക്കളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തൊക്കെയാണ് നിങ്ങൾ വക്രീകരിച്ച് പറയുന്നത്? ജോലി സമയത്ത് പൂക്കളം ഇടണം എന്നാണോ പറയുന്നത്? വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ആളുകൾ ഓഫീസിലെത്തുമ്പോൾ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന പൂക്കളം മത്സരവും അനുബന്ധ പരിപാടികളുമായിട്ട് ഓഫീസ് പ്രവർത്തനം തടസ്സപ്പെടുന്നതിനെ അങ്ങ് ന്യായീകരിക്കുകയാണോ ചെയ്യുന്നത്? ഇങ്ങനെയാണോ പറയേണ്ടത്? റംസാൻ ഇത് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. റംസാൻ ആരെങ്കിലും പൂക്കളം ഇടുമോ? ഇനി റംസാൻ്റെ ഭാഗമായിട്ട് വല്ല ആഘോഷങ്ങളും ഓഫീസ് സമയത്ത് നടക്കുന്നുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം പറഞ്ഞാൽ പോരെ? ഇതിനെയൊക്കെ പറയുന്നത് എന്തിനാണ് ഈ സങ്കുചിതമായ വർഗീയ കണ്ണോടുകൂടി കാണുന്നത്? നമ്മുടെ സമൂഹത്തിന്റെ നല്ല നടപ്പിന് വേണ്ടി പറയുന്നൊരു കാര്യമായി സ്വദേശത്തോടുകൂടി കാണാൻ കഴിയാത്തത് എന്താ? നമുക്ക് സമയം അവസാനിക്കുകയാണ്. ശ്രീ ടി ജി മോഹൻദാസ്, അവസാനമായി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ നമുക്ക് അതോടുകൂടി ചർച്ച അവസാനിപ്പിക്കാം. അല്ലാതെ ഈ സ്ഥിരം ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ഇരട്ട നാക്ക് കൊണ്ട് സംസാരിക്കുക എന്ന് പറയും. പിണറായി വിജയൻ പറഞ്ഞതെന്താ? സ്വരാജിൻ്റെ വ്യാഖ്യാനം. പിണറായി വിജയൻ വ്യക്തമായിട്ട് പൂക്കളത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പിണറായി വിജയൻ ഞാൻ പറഞ്ഞല്ലോ, സാങ്കേതികമായിട്ട് അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷെ പറയേണ്ട ആവശ്യം എന്തായിരുന്നു? ഇപ്പോൾ പബ്ലിക്കായിട്ട് തുടർച്ചയായിട്ട് ഇതുപോലെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഹിന്ദു വിരുദ്ധരാണെന്നുള്ള തോന്നലുണ്ടാകുന്നു. ആ തോന്നലാണ് കുമ്മനം രാജശേഖരൻ പറഞ്ഞത്. അതിൽ തെറ്റെന്താ? നിങ്ങളൊരു പ്രത്യേക സമുദായത്തിൻ്റെ കാര്യം എപ്പോഴും എടുത്തു പറയുന്നു, ആസ് ഇഫ് ദേ ആർ ദ ബിഗസ്റ്റ് ത്രെറ്റ് ടു സോഷ്യൽ ഓർഡർ, പബ്ലിക് ഓർഡർ. അവിടെയാണ് നിങ്ങളുടെ പ്രശ്നം. ശരി, അതാണ് സംഘപരിവാറിന്റെ നിലപാട്. ആ നിലപാടിൽ മാറ്റമില്ല. പിണറായി വിജയൻ പൂക്കളത്തെ കുറിച്ച് മാത്രമല്ല, ഓഫീസ് സമയത്ത് കച്ചവടക്കാർ വന്ന് സാരിയും ചുരിദാറും വിൽക്കുന്നതിനെ കുറിച്ച് വരെ പറഞ്ഞിട്ടുണ്ട്. അതെ, യൂണിയൻ പ്രവർത്തനത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിലൊക്കെ വർഗീയത കാണേണ്ടതുണ്ടോ എന്നുള്ളത് മറ്റൊരു വിഷയം. വളരെ നന്ദി ശ്രീ ടി ജി മോഹൻദാസ്, ശ്രീ എം സ്വരാജ്, ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ശ്രീ NM പിയേഴ്സൺ ചർച്ചയിൽ പങ്കെടുത്തതിന്.